ബ്രിട്ടനിൽ മറ്റൊരു തീവ്രവാദി ആക്രമണം കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അത് ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ബ്രിട്ടൻ കടന്നുപോയത് ഇതുപോലുള്ള ഇസ്ലാമിസ്റ്റ് ഭീഷണികളിലൂടെയാണ്. ഇസ്ലാമിസ്റ്റുകളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന, കുടിയേറ്റത്തെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന, എന്ത് ചെയ്താലും സ്വന്തം ജനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന, ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾക്കെതിരെയുള്ള അന്വേഷണത്തെ പോലും പ്രൊമോട്ട് ചെയ്യാത്ത ബ്രിട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഇസ്ലാമിസ്റ്റുകൾ ബ്രിട്ടനെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബ്രിട്ടന് മാത്രം അത് മനസ്സിലാകുന്നില്ല. ഈ അവസരത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ജോർജി ജോൺ. നമുക്കറിയാം, UK ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു വലിയ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് ബ്രിട്ടൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ബ്രിട്ടൻ നമുക്കറിയാം, ഭയങ്കരമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ തെരുവിലിറങ്ങി പലസ്തീൻ്റെ പതാക ഏന്തി, അതുപോലെ തന്നെ ശരീഅത്ത് നിയമം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾ ബഹളമുണ്ടാക്കുന്ന ഒരു രാജ്യം ബ്രിട്ടനാണ്. ഇതേ ബ്രിട്ടൻ തന്നെയാണ് ഗ്രൂമിംഗ് ഗ്യാങ് അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം നടത്താൻ മടിക്കുന്നതും, അതുപോലെ തന്നെ ഈ ഇസ്ലാമിസ്റ്റുകളെ പാലൂട്ടി വളർത്തുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതെല്ലാം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു നേഴ്സിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ബ്രിട്ടനിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു ഇസ്ലാമൈസേഷന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇസ്ലാം എന്താണ് എന്നുള്ളത് പ്രചരിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് ബ്രിട്ടനിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു ആരോപണം ഉയരുന്ന സാഹചര്യം. അങ്ങനെ നിരവധി ഇസ്ലാമിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യം ബ്രിട്ടനിലുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടന്റെ രാജാവ്, നമുക്കറിയാം ബ്രിട്ടനിലെ ആംഗ്ലിക്കൻ ചർച്ചാണ്, ഈ ബ്രിട്ടനിലെ രാജാവാണ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ റിലീജിയൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ റദ്ദാൻ കാലത്ത് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രൊട്ടക്ടർ ഓഫ് ദ റിലീജിയൻസ് എന്ന് വെച്ചാൽ ഇസ്ലാമിനെ കൂടെ ഉൾപ്പെടുത്തി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ബ്രിട്ടന്റെ ഒരു ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഓർക്കേണ്ടത് വെറും 4% മുസ്ലിംസ് മാത്രമാണ് ബ്രിട്ടനിൽ ഉള്ളതെന്നാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ആക്രമണം കൂടി, ഒരു വലിയ ആക്രമണത്തിന് കൂടി ഇപ്പം ബ്രിട്ടനിലെ പോലീസുകാർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്കിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇതുപോലെ ഇസ്ലാമിസ്റ്റുകളെ സ്വീകരിക്കുന്ന, അങ്ങനെ ഒരു മനോഭാവമുള്ള രാജ്യത്ത് പോലും ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുന്ന സാഹചര്യം, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ടൊരു ചർച്ച നടത്തേണ്ടത്. അതായത് ശ്രീ ജോജി, എങ്ങനെയാണ് നമുക്ക് ഈ ഇസ്ലാമൈസേഷൻ ഓഫ് ബ്രിട്ടൻ, ഈ ബ്രിട്ടനിലെ ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു അഴിഞ്ഞാട്ടം, അതുപോലെ തന്നെ അവർ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, എന്നാൽ അവർ ജനസംഖ്യയിൽ വലിയൊരു എന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൈതൃകമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതിയിലും അവരുടെ ആ ഒരു എന്താ പറയുക, ഈ ലെഗസി, ഇതെല്ലാം വളരെ വളരെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആ രാജ്യമാണ് ബ്രിട്ടന്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തെ അവർ വളരെ കാലങ്ങളായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നുണ്ട്. അതുപോലെ ഭാരതം മാത്രമല്ല, ഇതുപോലെ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഈവൻ അമേരിക്ക വരെ, മനസ്സിലാക്കണം, ഈ ഇന്നിപ്പോൾ ലോക പോലീസ് വിളിക്കുന്ന അമേരിക്ക വരെ ഒരു കാലത്ത് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇത്രമാത്രം എന്താ പറയുക, ഒരു പ്രതാപം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കായിരുന്ന സാമ്രാജ്യം വിളിക്കുന്ന ഒരു രാജ്യം, എന്നാൽ അതിൻ്റെ ഒരു അധോഗതി എന്ന് തന്നെ ആ രീതി പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവസ്ഥകൾ അങ്ങനെയാണ് പോകുന്നത്, വളരെ വേഴ്സായിട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ റോവും പറഞ്ഞു, എന്താ പറയുക, ഇറാനിൽ നിന്ന് ഭീകരർ വന്ന്, സംഘടനകൾ, അത്തരം സംഘടനകൾ അവിടെ വലിയ സ്ഫോടനങ്ങളും അവിടെ വലിയ കലാപങ്ങളും അല്ലെങ്കിൽ കൂട്ടക്കൊലയൊക്കെ പ്ലാനിടുന്നത് ഒരു പരിധിവരെയും ബ്രിട്ടൻ ഇതൊക്കെ ചോദിച്ചു വാങ്ങുന്നതല്ലേ. നമുക്കറിയാം, ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കാലത്ത് അനാവശ്യമായ പാലസ്തീൻ പ്രേമം, ഹമാസിന് വേണ്ടി ഹമാസിനുള്ളവരെക്കാളും കൂടുതൽ താല്പര്യത്തോടെ എന്താ പറയുക, ഈ ലണ്ടൻ്റെയും അതുപോലുള്ള മറ്റുള്ള ബ്രിട്ടീഷ് തെരുവുകളിലും ആൾക്കാർ ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു ലോകത്തെ ശരിക്കത്. അപ്പം ഒരു പരിധിവരെ എന്താ പറയുക, ഈ ഹമാസിൻ്റെ ആൾക്കാർ കൂടുതൽ ബ്രിട്ടനിലാണെന്നൊരു സംശയമുള്ള അവസ്ഥയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ ശ്രമിച്ചാൽ, BBC ഒരു കാലത്ത് ലോകത്തിൽ വേൾഡിൽ നമ്പർ 1 ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു നല്ല മാധ്യമം,
മനസ്സിലാക്കണം. BBC നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്, പലപ്പോഴും BBC പലപ്പോഴും വേൾഡ് ന്യൂസിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും BBC കൊതിയോടുകൂടി വായിച്ചത്. ഈ BBC ശരിക്കും എന്താ പറയുക, ഒരു പക്ഷപാതപരമായി അല്ലെങ്കിൽ ശരിക്കും നമുക്കറിയാം ഇസ്രായേലിനെതിരെ ആവശ്യമില്ലാത്ത കള്ളക്കഥകൾ, അതുപോലെ പലസ്തീനികളുടെ അവസ്ഥകളൊക്കെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ബയസ്ഡ് ആയ രീതിയിൽ അവർ പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായ കാര്യമാണിത്. എന്തെല്ലാം കാര്യങ്ങളാണോ അങ്ങനെ അവസ്ഥയിൽ അങ്ങനെ വരുന്ന ബ്രിട്ടൻ ഇപ്പോൾ മനസ്സിലാക്കണം, അവരെ ആക്രമിക്കാൻ കൂടി ആൾക്കാർ എത്തിക്കഴിഞ്ഞു. എന്തുമാത്രം മോശകരമായ അവസ്ഥ. ഇപ്പോൾ റോം പറഞ്ഞ വേറെ കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ അവിടെ മുഴുവനും അങ്ങോട്ട് തന്നെ പറയുക ഇസ്ലാമൈസേഷൻ ഒന്നുമല്ല. 4, 5, 6% കൃത്യം പറയാൻ പറ്റില്ല, 4 6 ഇടയ്ക്കെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ശതമാനം ജനം മാത്രമേ ഉള്ളൂ. ബാക്കി 95 അല്ലെങ്കിൽ 94% ആൾക്കാർ മറ്റുള്ളവരിൽപ്പെട്ടവരാണ്. ഈ പറയുന്ന 4%, ഈ 4% അല്ലെങ്കിൽ 5% ഇവരെങ്ങനെ ഈ രീതിയിലുള്ള സ്വാധീനതയെ മാറുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. നമുക്കറിയാം ഇതിനൊക്കെ ഈ റാഡിക്കൽ സ്വഭാവമുള്ള ഇത്തരം ഈ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോരോ ഈ ഓർഗനൈസേഷന് ചില സ്ട്രാറ്റജികളുണ്ട്. ഈ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒരിടത്തെന്ന് വെച്ചാൽ അവർ എവിടെയായിരിക്കുന്നു അവിടെ അവരങ്ങോട്ട് കോൺസെൻട്രേറ്റ് ആകും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ബെർമിംഗ്ഹാമിൽ ഏകദേശം പറയുന്നത് 30% മനസ്സിലാക്കണം. ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു ആംഗ്ലോ സാക്സൺ കമ്മ്യൂണിറ്റി ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ 30% ഇത്തരമുള്ള എത്നിക് ഗ്രൂപ്പുകളായി മാറിക്കഴിഞ്ഞു. മനസ്സിലാക്കണം. റാഡിക്കൽ സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റ് ആ ഒരു രീതിയിലുള്ള ആ സ്വഭാവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക. അതുപോലെ ലണ്ടൻ ക്യാപിറ്റലാണ് ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ലണ്ടൻ. അവിടെ 13-14% ഈ ഇസ്ലാമൈസേഷൻ ആ ഒരു ഗ്രൂപ്പുകളായി ശരിക്കും അവർ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കോൺസെൻട്രേഷൻ അവർക്ക് അവിടെ വലിയ സ്വാധീന ശക്തിയെ ഉറപ്പായിട്ട് മാറാൻ സാധിക്കും. അതേക്കുറിച്ച് ഞാൻ പറയുകയാണ്, ഈ സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്റർ വളരെ സിമ്പിളായ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ സിംഗപ്പൂരിലെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 13-14% ഉണ്ട് എന്ന് പറയും അവിടെ മുസ്ലിംസ്. അവിടെ ഒരു 6 പേരാണ് അവരുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റായിട്ട് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ടഡ് പേഴ്സണായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 6 പേരിൽ ഇവരും 6 പേര് ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ മലേഷ്യയിലുള്ള ചില മുസ്ലിം സംഘടനകൾ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് ഇവരോട് ആ സംഘടനകൾക്ക് അനുകൂലമായ ചില തീരുമാനമെടുക്കാൻ മനസ്സിലാക്കണം. റാഡിക്കൽ സ്വഭാവമുള്ള ആ ഗ്രൂപ്പുകളോട് ചേർന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി അവരെ കമ്പൽ ചെയ്യുകയാണ്. അതിനെതിരെ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ശക്തമായി വാണിംഗ് കൊടുക്കുകയാണ്. മനസ്സിലാക്കണം. സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു വളരെ ന്യൂട്രലായ വ്യക്തിയാണ്. ട്രംപിനെതിരെ വരും, തീവ്ര വലതുഭാഗക്കാരനല്ല, ട്രംപിൻ്റെ ചില നടപടിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ആൾ. അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സിംഗപ്പൂർ ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം മലേഷ്യ അറിയാം, ഫുൾ ഒരു ഇസ്ലാമിക് കൺട്രിയാണ് ശരിക്കും. അപ്പോൾ ആ രീതി ഇങ്ങനെ ഇതൊക്കെയാണ് ഈ പ്രശ്നം. അവിടെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഒരു അവയർനെസ്, ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ റോയും പറഞ്ഞു, ഹെൽത്ത് ഫീൽഡിലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഫീൽഡിലായിക്കോട്ടെ, ഏത് ഫീൽഡിലാണ്. ഇപ്പോൾ ഈ ചില എഡ്യൂക്കേഷൻ ഫീൽഡിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഈ പരമ്പരാഗതമായി ക്രിസ്ത്യൻ കൺട്രിയായിട്ട് അവിടെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ചയും ഇസ്ലാമിൻ്റെ സംസ്കാരവും ഇസ്ലാമിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾക്ക് പഠിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഉള്ള അവസ്ഥയിൽ വരുന്നിരിക്കുക. ഇനി ഞാൻ പറയുകയാണ്, ഈ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ സെൻറ്ററുകളിൽ തന്നെ ശരിക്കും മെയിൻ കേന്ദ്രങ്ങൾ തന്നെ ഇപ്പോൾ അവരുടെ ഫീസ്റ്റുമായി ബന്ധപ്പെട്ട ഈ റമദാൻ ഫീസ്റ്റുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ഉണ്ടാകുന്നു. എങ്ങോട്ട് പോകുന്നു നോക്കി. ഇനി ഇവർ സെക്കുലറിസമാണ്, മതേതരത്വമാണെന്ന് ഇതിനൊക്കെ വളരെ കാര്യം ഒരുപാടുണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നു. അവിടെ വേറെ പ്രശ്നം, ഇവിടെ ഒരു ക്രിസ്ത്യൻ ഒരു ചിഹ്നം എന്തെങ്കിലും ഒരു സിമ്പിൾ ധരിച്ചുകൊണ്ട് ചെന്നാൽ ഉടനെ അത് അവരുടെ മതപരമായിട്ടുള്ള ഭയങ്കര അവിടെ ഇമോഷൻസിനെ ഫീലിംഗ് അതുപോലെ മതേതര സ്വഭാവം മാറ്റിക്കളയുന്നു. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ എന്ത് ധരിച്ചു ചെന്നാലും ഏതാണ് അവർക്ക് വിഷയമല്ലേ അവിടെയാണ് നമ്മൾ വേണ്ടത് ഈ എന്താ പറയുക, ഈ ചില പക്ഷപാതപരമായ അല്ലെങ്കിൽ തിരിച്ചു വ്യത്യാസം എന്ന് പറയാം ആ രീതിയിൽ അതുപോലും മനസ്സിലാക്കാൻ പറഞ്ഞ പോലെ അവരുടെ ഗ്രൂപ്പിന് മനസ്സിലാകുന്നില്ല. ഈ ആംഗ്ലോ സാക്സൺ കമ്മ്യൂണിറ്റി ഇപ്പോൾ ശരിക്ക് എന്താ പറയുക, അവർ ഒരു ഉന്മൂലനം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ടു ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ച് കണ്ടു. എന്താ സംഭവിച്ചത്, ശരിക്കും ആ പെൺകുട്ടികൾ അവർ ഭാവിയിൽ അവർ കുടുംബികളായി മാറേണ്ടവരാണ്. അവരെ നശിപ്പിച്ച് ആ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ളൊരു ബോധപരമായ ശ്രമം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഒരു വലിയ ഡിസ്കഷൻ ഉണ്ടായി. ആ ഓപ്പോസിഷൻ ലീഡറായിരുന്ന ആ ലേഡി കെമി ബാൻഡോക്ക് ആ സ്ത്രീ വളരെ ഇതായിട്ട് സംസാരിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്കൊരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ആയിക്കൂടാ ഇതിനെക്കുറിച്ച്. കാരണം ലോക്കൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ പരിമിതികളുണ്ട്. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പരിമിതികൾ എന്ന് പറയുമ്പോൾ വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഈ ഒരു വിറ്റ്നസിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തെളിവെടുപ്പ് പൂർണ്ണമാക്കാനോ ഒരുപാട് പരിമിതികളുണ്ട് അവർക്ക്. അപ്പോൾ ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ അവിടുത്തെ വിക്ടിംസ് അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു ആവശ്യം ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷനാണ്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട്, പല ശക്തികളുണ്ട്. പക്ഷേ കീർ സ്റ്റാർമർ മനസ്സിലാകുന്നില്ല, അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. അപ്പം റൂബി മനസ്സിലായി ഈ ലേബർ പാർട്ടി നമ്മൾ കൺസർവേറ്റീവ് ലേബർക്ക് പറയുമ്പോൾ കൺസർവേറ്റീവ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ കൺസർവേറ്റീവ് അവരുടെ അതല്ല ശരിക്ക്. അത് കുറേ കാര്യങ്ങളുണ്ട് ശരിക്ക്. ഈ ലേബർ പാർട്ടിയുടെ പോളിസി ബ്രിട്ടനിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ഭരണകാലത്താണ് ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ഈ ലിബറൽ സ്വഭാവങ്ങൾ വന്നേക്കുന്നത് ശരിക്ക്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ലിബറൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരൊരു ലെഫ്റ്റിസ്റ്റ് ഐഡിയയാണ്.
അവരുടെ ഇസ്ലാമിസ്റ്റ് ഐഡിയ ഉണ്ട് അവർക്ക് അതുപോലെ എത്തീസം ഉണ്ട്, ഇവർക്ക് മതപരമായ വിശ്വാസങ്ങളും താല്പര്യമില്ല. ഇങ്ങനെ പല രീതിയിലെല്ലാം കൂടെ ഇതെല്ലാം കൂടെ മിക്സഡാണ് ശരിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവരുടെ തനതായ ഒരു സംസ്കാരം എന്താണ് അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ കമ്മ്യൂണിറ്റികളെ ആക്കി മാറ്റുക. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ വലിയ ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും എന്താ പറയുക, ക്രിസ്തീയ വിശ്വാസം, ക്രിസ്ത്യൻ കൾച്ചറാണ് ബ്രിട്ടൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് യൂറോപ്പിൻ്റെ എല്ലാം അങ്ങനെ തന്നെ. അവർ അതിൽ നിന്ന് പിൻവാങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. തിരിച്ചു വരാതെ വേറെ എന്തെല്ലാം അവർ നടപ്പിലാക്കിയാൽ യാതൊരു കാര്യവുമില്ല. അതിൻ്റെ എല്ലാം എന്താ പറയുക, അതിൻ്റെ എല്ലാം ഒരു അവസാന ഫലം എന്ന് പറയുന്നത് വലിയ തകർച്ച തന്നെയായിരിക്കും. അത് വളരെ ശരിയാണ്. നമുക്ക് അറിയാം, ഇപ്പം ബ്രിട്ടൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 6,84,00,000 ആളുകളാണ്. അതിൻ്റെ ഏകദേശം ഈ 4 മുതൽ 6% മാത്രമാണ് ഈ ഇസ്ലാമിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രാൻസിനെ എടുക്കാം. ഫ്രാൻസിൽ ഇത് തന്നെ 6,86,00,000 ആളുകളാണ് ഫ്രാൻസിലുള്ളത്. അതിൻ്റെ 10% ആളുകളാണ് ഇസ്ലാമിലേക്ക്, 8 മുതൽ 10 വരെ ശതമാനം ആളുകൾ ഇസ്ലാമായിട്ടുള്ളത്. അതുപോലെ ജർമ്മനി എടുക്കാം. ജർമ്മനിയിൽ ഏകദേശം 8 കോടിക്ക് മുകളിലാണ്, 8.5 കോടിക്ക് അടുത്ത് ആണ് ആളുകളുള്ളത്. 8 കോടി ഏകദേശം 40 ലക്ഷത്തോളം ആളുകളാണ് ജർമ്മനിയിലുള്ളത്. അതിൻ്റെ ഏകദേശം 6%, 7%. ഇവിടെ ഒരു രാജ്യങ്ങളിൽ പോലും ഒരു 10% മുകളിൽ പോയിട്ടില്ല. ഇല്ല, ഒരു യൂറോപ്പിലെ ഒരു രാജ്യത്തും 10% മുകളിൽ ഇവരില്ല. പക്ഷേ അപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെയുള്ള വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ആളുകൾ പലപ്പോഴും പറയുന്നത് അവിടെ വ്യാപകമായ കൺവേർഷൻ നടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ്, അതിന് നിങ്ങൾ എന്തിനാണ് അവർ സത്യം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത്, ഫ്രാൻസിനെ സംബന്ധിച്ച് സംഭവിച്ചേക്കുന്നത്, ഈ ഫ്രാൻസിന്റെ കോളനിവൽക്കരണ കാലം തൊട്ട് ഈ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിസ്റ്റുകളുള്ള രാജ്യങ്ങൾ ഇവർക്ക് കോളനികളുണ്ട്. അവിടെ നിന്ന് ആ കാലങ്ങളിൽ കുടിയേറിയ ആളുകൾ തൊട്ട് പിന്നെ ഇപ്പം ഈ ആധുനിക കാലത്തുണ്ടായിട്ടുള്ള വ്യാപകമായ കുടിയേറ്റമാണ് ഫ്രാൻസിൽ സംഭവിച്ചത്. കാരണം ഫ്രാൻസുകാർ ഇസ്ലാമിലേക്ക് മാറിയതല്ല സംഭവിച്ചത്. ഇല്ല, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അവർ ക്രിസ്ത്യാനിറ്റി വിട്ടു. അതിനുശേഷം അവർ എത്തീസവും അതുപോലെ ലിബറലിസവും ഒക്കെ. ഇനി വിരളയിലുണ്ടാവുന്ന ആളുകൾ ഒരുപക്ഷെ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ അതേസമയം ആ ആളുകൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഈ പറയുന്ന ഹിന്ദുയിസം അടക്കമുള്ള കാര്യങ്ങളും യോഗ അടക്കമുള്ളതെല്ലാം പയറ്റിയേച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ബ്രിട്ടന്റെ കാര്യം എങ്ങനെയാണ്, ഈ ബ്രിട്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും, ഇപ്പൊ ഈവൻ സ്പെയിനിന്റെ കാര്യം എടുക്കാം. സ്പെയിനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മൊറോക്കോയിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യം മൊറോക്കോയിൽ നിന്നുള്ള ആളുകളുടെ കുടിയേറ്റം കാരണമാണ്. അവിടെ ഡ്രഗ് ട്രാഫിക്കിങ് അടക്കമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് ഈ മൊറോക്കോയിൽ നിന്നുള്ള കുടിയേറ്റം കാരണം. അപ്പം ഇവിടെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത്, ഇവരാരും ഇസ്ലാമിലേക്ക്, ഈ യൂറോപ്പിലുള്ള ഒരു മനുഷ്യനും ഇസ്ലാമിലേക്ക് കൺവേർഷൻ ആകുന്നില്ല. ഇവിടെ എല്ലാം ഈ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായത് കുടിയേറ്റം കൊണ്ട് തന്നെ ഉണ്ടായത്. കാലങ്ങളായിട്ടുള്ള ഇവരെല്ലാം ഈ പറയുന്ന ഡച്ച് ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഇവരെല്ലാം ഒരു കാലഘട്ടത്ത് ഈ കൊളോണിയലിസത്തിന്റെ ഭാഗമായിരുന്നു. കോളനിവൽക്കരണം നടത്തിയിരുന്ന പല രാജ്യങ്ങളെയും കോളനിവൽക്കരണം നടത്തിയ ആ കാലങ്ങൾ തൊട്ട് ഇവിടേക്ക് കുടിയേറിയ ആളുകളാണ് ഇവിടെ മുസ്ലിം ആയിരുന്നു. വെച്ചാൽ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലും ഭാഗങ്ങളിൽ നിന്നെല്ലാം കുടിയേറിയ മുസ്ലിംസാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവർ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്, യൂറോപ്പിലുള്ള ഒരു മനുഷ്യനും ഇസ്ലാമിലേക്ക് കൺവേർഷൻ ആകുന്നില്ല. ഇപ്പം കൺവേർഷൻ ആകുന്നില്ല എന്ന് വെച്ചാൽ നേരത്തെ അവർക്ക് അല്പം കൂടി ഇസ്ലാമിനോട് ഒരു അനുഭാവം ഉണ്ടായിരുന്നു. അനുഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനത്തിന്റെ മതമാണ് എന്നുള്ളത്. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ അവിടേക്ക് കയറി ചെന്ന് അത് മുഴുവൻ നശിപ്പിച്ച് കുളമാക്കി. ഇപ്പോൾ അവർക്ക് ഇസ്ലാമിനെ കാണുന്നത് തന്നെ ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് തന്നെ ഉണ്ടായത് അതിൽ നിന്നാണ്. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ തന്നെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം ഈ ആളുകൾ കേരളത്തിലെ പലപ്പോഴും ഈ റാഡിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പിൽ കൺവേർഷൻ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലേക്ക് നടക്കുന്നില്ല. പകരം അവിടെയുള്ള പേഴ്സൻറ്റേജിലുള്ള മുസ്ലിംസ് എല്ലാം അങ്ങോട്ട് കുടിയേറിയ ആളുകളാണ്. അവരെ ഇപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയും കൂടിയാണ്. അപ്പോൾ ഭാവിയിൽ ഇതും കുറയാനാണ് സാധ്യത. ജോൺ, ശരിക്കും നമ്മൾ ഇപ്പം ഈ ബ്രിട്ടൻ്റെ കാര്യം നമ്മൾ എടുത്തു പരിക്കുമ്പോൾ നമുക്കറിയാം, തോമസ് മൂർ അടക്കമുള്ള ഒരു കാലഘട്ടം എന്നുവെച്ചാൽ സഭ, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ രാജാവിൻ്റെ, നമ്മൾ നേരത്തെ രാജാവിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, എന്ന് വെച്ചാൽ പ്രൊട്ടക്ടർ ഓഫ് റിലീജിയൻ ആയിപ്പോയ ഒരു അറ്റ്മോസ്ഫിയർ കൂടി ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് കത്തോലിക്ക സഭയുടെ സ്ട്രോങ് ഹോൾഡായിരുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം, എന്ന് വെച്ചാൽ ബ്രിട്ടനെയൊക്കെ ആംഗിൾ സാക്ഷൻസ് അവരെല്ലാം ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ വളരെ വലിയ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് കടന്നു വന്ന ഗോത്രവർഗ്ഗങ്ങളാണ്, അവരുടെ പരമ്പരകളാണ് ഇപ്പോൾ ഈ ബ്രിട്ടൻ്റെ ഹിസ്റ്ററി തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ പൂർവികരെ അവർ പറയുന്ന ബാർബേറിയൻസ് എന്നാണ് പറയുന്നത്, അവരുടെ ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പോൾ തന്നെ.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കത്തോലിക്ക സഭ കൺവേർട്ട് ചെയ്ത് എടുത്ത് അതിനുശേഷം അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു രാജാവിന് സഹോദരൻ്റെ ഭാര്യയെ കൂടി കല്യാണം കഴിക്കാനുള്ള അനുവാദത്തിന് പോപ്പ് അനുവാദം കൊടുക്കുക. പലപ്പോഴും പോപ്പിനെ ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നത്തെ രാജാവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ കത്തോലിക്ക സഭയുടെ രീതിയിൽ അനുവാദം കൊടുക്കാതെ ഇരുന്നതിന് കത്തോലിക്ക സഭയിൽ നിന്നും പിരിഞ്ഞു പോയ ഒരു രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടനാണ് ഇന്ന് ഒരു റിലീജിയസ് ഡിലമ, ഒരു സ്പിരിച്വൽ ഡിലമ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശരിക്കും അതിനെ വിശകലനം ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ മിസ്റ്റർ ജോർജ് പറഞ്ഞ പോലെ 2024 കണക്കെടുക്കുക നോക്കണമെങ്കിൽ 248ഓളം കേസുകളാണ്, ടെററിസ്റ്റ് അറ്റാക്സ് ആണ് UK സംഭവിച്ചിരിക്കുന്നത്. അതേസമയം പാസ്റ്റ് ഒരു 10-20 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ 2005 നോക്കുകയാണെങ്കിൽ വെറും 25 കേസുകളാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സ്ട്രൈഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ കേസിൽ. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ UK ഗതി ഇനിയും ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ ഇത് ഡിക്ലൈൻ ചെയ്യാവുള്ളൂ. ഇനി മിസ്റ്റർ റോബിൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ UK എന്നത് ആദ്യം മുതലൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ക്രിസ്ത്യൻ രാജ്യമാവുന്നു പറഞ്ഞാൽ ആദ്യം ആംഗ്ലോ സാക്സൺ എന്നിവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി ആംഗ്ലോ സാക്സൺ പോലെയുള്ള യൂറോപ്യൻ പ്രദേശങ്ങളിൽ ചേക്കേറുന്നു. പിന്നീട് വിശുദ്ധർ പറയുന്ന കത്തോലിക്കരിൽ നിന്ന് കത്തോലിക്ക മതം സ്വീകരിച്ച് വിശുദ്ധരായ വ്യക്തികൾ ഈ അയർലൻഡിൽ, അതുപോലെ തന്നെ UK പല ഭാഗങ്ങൾ, ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാഗൻ വിശ്വാസികളായ മതക്കാരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. അത് കൺവേർഷൻ ആയിരുന്നില്ല, അതേസമയം കൺവിക്ഷൻ ആയിരുന്നു. അവരുടെ കൺവിക്ഷൻ ആയിരുന്നു അത്. യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളൊരു കൺവിക്ഷൻ ആയിരുന്നു. ആ അത്ര കൺവിക്ഷൻ്റെ ഭാഗത്തിൽ നിന്നാണ് അവർ പിന്നീട് തലമുറകൾക്ക് അനേകം, ബൈബിൾ പറയുന്നില്ലേ, അങ്ങ് 1000 തലമുറകൾക്ക് അടിസ്ഥാനമിടുന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തലമുറക്ക് അടിസ്ഥാനമിട്ടത് ആ വലിയൊരു മഹാനഗരമായ, ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മഹാനഗരമായ ബ്രിട്ടൻ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടൻ പടുത്തുയർത്തു വന്നത്. ഈ ബ്രിട്ടനാണ് ഇന്ന് വെറും എന്താ പറയുക, പാഴ്വിളക്കിലെ എണ്ണത്തിരിയായിട്ട് കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു വളരെ വിചിത്രമായ ഒരു കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ കത്തോലിക്ക സഭ ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട് തൊട്ട്, അതിനു മുമ്പ് തന്നെ കത്തോലിക്ക വിശ്വാസം ഈ പറയുന്ന ബ്രിട്ടൻ്റെ UK പല ഭാഗങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലും റോമാ സാമ്രാജ്യത്തിലും മൊത്തം ഉണ്ടായിരുന്നു. പിന്നീടാണ് 1053 കാലഘട്ടങ്ങളിൽ ഗ്രേറ്റ് ഷിസം എന്ന് പറഞ്ഞ പേരിൽ പ്രശ്നം വരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ വെസ്റ്റേൺ റോം, ഈസ്റ്റേൺ റോമിൽ വിഭജിക്കപ്പെടുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ്റ്റേൺ കാത്തലിക്സിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സി, ഓറിയന്റൽ ഓർത്തഡോക്സ് ആയിട്ട് മാറുന്നു. അവിടെ നിന്നൊട്ട് ഏകദേശം ഒരു സഭയുടെ ഒരു വിഘടനം ഒന്നൊരു കാലഘട്ടമാണ്. പിന്നീടാണ് നവോത്ഥാന കാലഘട്ടങ്ങൾക്ക് മൊഴിമാറി. അപ്പോൾ പിന്നെയാണ് വരുന്നത് ഓട്ടോമൻ തുർക്സ് വരുന്നിട്ട് 1200 കാലഘട്ടങ്ങൾ വന്നിട്ട് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. പിന്നെ നവോത്ഥാന കാലഘട്ടങ്ങൾ മാറുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഏകദേശം 14, 15, 16 ഈ കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഉത്ഭവം. കത്തോലിക്ക സഭ വളർന്ന് വികസിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഹെൻറി എട്ടാമൻ രാജാവ് പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് വേറൊരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ മാർപ്പാപ്പ സമ്മതിച്ചില്ല. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ടൊരു സഭ അങ്ങോട്ട് തുടങ്ങുകയാണ്, ആംഗ്ലിക്കൻ ചർച്ച്. പിന്നീട് അത് വളരെ വികസിച്ചു വന്നൊരു ചർച്ചാണ്. അതേസമയം ഈ ചർച്ച് മാത്രമല്ല അതിൻ്റെ കൂടെ ഉണ്ടായത് പ്യൂരിറ്റാൻസ്, മെത്തഡിസ്റ്റ്, അതിനുശേഷം അമിസ്റ്റ് കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള പല റിഫോംസും ഇതിനുശേഷം വന്നിരുന്നു. അതായത് കത്തോലിക്ക സഭ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസം വിഭജിച്ച് പല ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറി. ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറിയപ്പോൾ സംഭവിച്ചു അതിലൂടെ നമുക്ക് തന്നുകൊണ്ടിരുന്ന വിശ്വാസത്തിൻ്റെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി, ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഒരു എഴുത്തുകാരിയാണ് വസുല റൈഡൻ. ഈ വസുല റൈഡൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നത് സാത്താൻ ഈസ് എ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് സാത്താൻ എപ്പോഴും കാണിക്കുക. അതുപോലെ തന്നെയാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു ഐക്യമത്യ മഹാബലം എന്നാണ് നമ്മളൊരു പഴഞ്ചൊല്ല് പറയാം. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിരുന്നു. പക്ഷേ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കിയാലാണ് വിഭജനം ഉണ്ടാവുള്ളൂ. ഈ വിഭജിക്കപ്പെട്ടാൽ മാത്രമാണ് ഇതിലൂടെ ഇൻഫിൽട്രേഷൻ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ, അതായത് പണ്ടുണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറി ഇന്ന് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പല വിശ്വാസ സത്യങ്ങൾ, പല ഭാഗങ്ങൾ, നിലപാടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സെയിം സെക്സ് മാരേജ് അവർ അംഗീകരിക്കുന്നു, അവർ ബ്ലസ് ചെയ്യുന്നു. 2, അവർ അബോർഷൻ എതിരല്ല. 3-ാമത്തെ അവർ പറയുന്നത് വിമൻ, സ്ത്രീകൾക്കുള്ള പൗരോഹിത്യം ഓർഡൈൻ ചെയ്യുക, വിമൻ ബിഷപ്പിനെ പ്രീസ്റ്റിനൊക്കെ ഓർഡൈൻ ചെയ്യുക. ഈ 4 കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനെ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ
ഈ കത്തോലിക്ക സഭ ഭാഗത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 1500 കാലഘട്ടങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ സഭ വിഭജിക്കപ്പെട്ടിരുന്നു, അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. അത് പെട്ടെന്നുള്ളൊരു ഇന്ന് കാണുന്ന പോലെ പെട്ടെന്നുള്ള ഒരു തിരസ്കരണം ആയിരുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലൊരു ച്യുതി വരാല്ല ചെയ്തിരുന്നത്. അതേസമയം സാവധാനം ഒരു ലോങ് ടൈം ഡിറ്റീരിയേഷൻ ഇൻ ഫെയ്ത്ത് അതാണ് വന്നിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചു. അപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എയ്ത്തീസ്റ്റ് ഉണ്ട്. ആൾ ശരിക്കും പറഞ്ഞാൽ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. ആളുടെ ഫേമസ് ആയ ബുക്കുകൾ നമുക്കറിയാം, ദ ഗോഡ് ഡിസൊല്യൂഷൻഡ് ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്, പിന്നെ ദ സെൽഫിഷ് ജീൻ, അതൊക്കെ വളരെ ഫേമസ് ആയ ബുക്കാണ്. ഇതിൽ ഡിസൊല്യൂഷൻഡ് ഗോഡ് എന്ന് പറഞ്ഞ ഈ ബുക്ക് ഏകദേശം മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റുപോയ ബെസ്റ്റ് സെല്ലറാണ്. അപ്പോൾ 2000 കാലഘട്ടങ്ങളിൽ, അതായത് US ഈ വേൾഡ് ടവർ സെൻറ്ററൊക്കെ തകർന്ന്, അതായത് ഈ പറയുന്ന മുസ്ലിം എക്സ്ട്രീമിസ്റ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് തകർന്ന് തരിപ്പണായ കാലഘട്ടങ്ങളൊക്കെയാണ്. അവിടെ എയ്ത്തീസം, അതായത് നവനിരീശ്വരവാദമൊക്കെ വളർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്, റിലിജൻ എന്നുള്ളത് എക്സ്ട്രീമിസം ആണെന്നുള്ള രീതിയിലൊക്കെ ചിന്ത വരികയാണ്. അപ്പോൾ ഇങ്ങനെ ആ സമയത്താണ് 2000 കാലഘട്ടങ്ങളിൽ ഈ എക്സ്ട്രീമിസം വളർന്ന് പിടിക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രീമിസത്തിൻ്റെ ഒരു വാക്താവാണ് ഈ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസ്. അന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു ദൈവം ഒരു ഇല്യൂഷനാണ്, മനുഷ്യൻ ദൈവത്തിലും മതത്തിലും വിശ്വസിക്കുന്നത് ഫിയർ കാരണമാണ്, ഒരു ട്രഡീഷൻ കാരണമാണ്. പക്ഷേ ഈ റീസൺ ഒരു 2023, 2024 ഈ ഒരു 2-3 വർഷങ്ങൾക്കുള്ള അദ്ദേഹം പറഞ്ഞൊരു വലിയ വാക്യമാണ്, അതായത് ഐ കീപ് മൈ കൾച്ചറൽ ഐഡന്റിറ്റി, അതായത് എൻ്റെ കൾച്ചറൽ ഐഡന്റിറ്റി ക്രിസ്ത്യാനിറ്റിയാണ്, അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്ര നാൾ ദൈവത്തെ തള്ളി പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ അതായത് ക്രിസ്ത്യാനിറ്റിയെ പുൽകാൻ വേണ്ടി പറയുന്നത്. അതായത് അങ്ങേർക്ക് തന്നെ ഒരു മാനസാന്തരം സംഭവിച്ച പോലെ, അതായത് അങ്ങേരെ ഇപ്പോഴേ എത്തിയസ്റ്റ് ആണ് തന്നെ, എങ്കിലും അദ്ദേഹം പറയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റിയാണ്, അല്ലെങ്കിൽ കൾച്ചറൽ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയാണ് യൂറോപ്പിനെ, പ്രത്യേകിച്ച് ബ്രിട്ടനെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. ഈ ബ്രിട്ടൻ തന്നെയാണല്ലോ പല രാജ്യങ്ങളിലും പോയിട്ട് പല രാജ്യങ്ങളിലും ഈ പറയുന്ന ക്രിസ്തു വിശ്വാസം എത്തിച്ചിരുന്നത്. അങ്ങനെ അത്ര പ്രൗഢിയിട്ട ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഇന്ന് ഒന്നുമില്ലാതായിട്ട് മാറി. എന്താ പറഞ്ഞാൽ ഈ എൻ്റെ ഒരു ചിന്തയിൽ പറയുകയാണെങ്കിൽ ഈ കെയർ സ്റ്റാമറൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പപ്പറ്റാണ്. ശരിക്കും പറഞ്ഞാൽ പല ഈ പറയുന്ന ഗ്രൂപ്പുകളിലെ LGBTQ കഴിഞ്ഞ 2023-24 കാലഘട്ടങ്ങളായിരുന്നു തോന്നുന്നു ഈ സ്റ്റാമർ, അവിടുത്തെ പ്രധാനമന്ത്രി ആള് ഒരു ജീസസ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി വിമർശിച്ചുകൊണ്ട് LGBTQI ഒരു സമൂഹം വന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇയാൾ ഈ പബ്ലിക്കിനോട് അപ്പോളജൈസ് ചെയ്യാണ്, ഞാൻ അങ്ങനെ പോയാൽ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. അതായത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ, അതായത് ക്രിസ്ത്യാനിറ്റിനെ തകർക്കണം, ക്രിസ്ത്യൻ വാല്യൂസിനെ വേണ്ടാന്ന് വെക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാർ UK-ൽ, ബ്രിട്ടീഷിൽ, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അതുപോലെ തന്നെ UK-ൽ വളരെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പഴയ നിയമം എടുത്തു നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ പല പ്രവാചകന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. പല ജെറമിയ, എസേക്കിയേൽ, ഏഷ്യ, അങ്ങനെ പല പ്രവാചകരെയും ദൈവം അയച്ചിട്ടുണ്ട്. അവരോട് ദൈവം പറയാണ്, നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അനുസരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്ന് പറഞ്ഞാണ്. ആ സമയത്ത് ആൾക്കാർ, അവിടുത്തെ രാജാക്കന്മാർ ചെവി കേട്ടില്ല. പ്രത്യേകിച്ച് ഹെസക്കിയയുടെ മകനായിട്ട് വന്ന മനാസെ രാജാവ്, ഈ എൻ്റെ ഒരു ചിന്തയിൽ ഈ പഴയ നിയമത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവാണ്, ഒരു ദൈവവിരോധിയായ രാജാവായിരുന്നു മനാസെ എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിന്റെ കാലശേഷം കൂടുതലായിട്ടും ഈ പറയുന്ന ഈ യൂദ, ഇസ്രായേൽ എന്ന രാജവംശങ്ങൾ, അതായത് ആ രാജ്യം ഈ സാവധാനം ഇല്ലാതെ പിന്നെയാണ് സെദക്കിയ രാജാവിന്റെ കാലത്ത് യൂദയെ പിടിച്ചെടുക്കുന്നു, ജെറുസലേം പിടിച്ചെടുക്കുന്നു, അവസാനം ഇസ്രായേൽ ജൂദയ എന്ന് പറഞ്ഞ ഒരു രാജ്യം പിന്നെ നമ്മുടെ വേൾഡ് മാപ്പിൽ കാണുന്നില്ല. പിന്നീട് 1949 ആ കാലഘട്ടങ്ങളാണ് പിന്നീട് വീണ്ടും വരുന്നത്. എന്തുകൊണ്ടാണ് വരാൻ കാരണം? പല കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാരണം ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ നിന്ന് അവർ അകന്നുപോയി. ഒന്നാമത്തെ കാര്യം വെറും ട്രഡീഷനാക്കി മാറ്റി. അതായത് ഈസ്റ്റർ, ക്രിസ്മസ് പോലെയുള്ള കാര്യങ്ങൾ വൈനും ബീറും കള്ളും കുടിച്ച് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി ചിന്തിക്കാനുള്ളൊരു ഒരു സമയം മാത്രം കൾച്ചറൽ ട്രഡീഷനാക്കി മാത്രം മാറ്റി. കൂടുതലായിട്ട് സെക്യുലറിസം കടന്നു വന്നു, ലിബറലിസം കടന്നു വന്നു. ഇങ്ങനെ സെക്യുലറിസം, ലിബറലിസം കടന്നു വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും UK കൂടുതലായിട്ടും തകർന്ന് തരിപ്പണമായിരുന്നു ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ 2005-ൽ 25 കേസുകളുണ്ടായ കാര്യം 2024 248 ടെറർ അറ്റാക്സ്, മറ്റ് കേസുകളല്ല, ടെറർ അറ്റാക്സ് മാത്രമായിട്ട് മാറിയെങ്കിൽ ഇതിന് പിന്നിൽ സത്യമായിട്ട് ഞാൻ പറഞ്ഞൊരു മൂല്യ തകർച്ചയാണ്, മൂല്യച്യുതിയാണ്, ദൈവവിശ്വാസത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഈ ആൾക്കാരുടെ പോകണം. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഈ സെഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിലെ പിള്ളേർ അവരൊക്കെ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഈ കത്തോലിക്ക സഭയിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. എങ്കിലൊരു വലിയൊരു മാസീവായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കൺവേർഷൻസ് നടക്കണമെന്നില്ല. ട്രഡീഷൻ അവർ പറയുന്നുണ്ട്, അവർക്ക് കുറേ ചർച്ചകളുണ്ട്. ഇപ്പോൾ ഈ നമുക്കറിയാലോ 3500 ചർച്ചകളാണ്, ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങളാണ് അവർ കുറേ വർഷങ്ങൾക്കുള്ളിൽ, ഏകദേശം 10 വർഷങ്ങൾക്കുള്ളിൽ വിറ്റ് വേണ്ടാന്ന് വെച്ചേ.
ചിലതൊക്കെ ബാറുകളും നൈറ്റ് ക്ലബ്ബുകളും സ്ട്രിപ്പിംഗ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് മാറ്റി എല്ലാം വിശുദ്ധ ബലി ചിന്തിക്കണം, വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന ദേവാലയങ്ങൾ, അവിടെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. ഇതൊക്കെ വളരെ ഈ നമ്മുടെ ഹൃദയം നുറുക്കുന്ന കാഴ്ചകളാണ്. കാരണം ബ്രിട്ടീഷുകാരെന്നൊക്കെ പണ്ട് കാലത്ത് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, വലിയൊരു എന്താ പറയുക, ഒരു റോയൽ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിന്തയുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ UK വില പോയി, ഒരു പട്ടിയുടെ വില പോലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ തീർച്ചയായിട്ടും ഞാനിത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഇനിയും UK ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-20-30 വർഷങ്ങൾക്കുള്ള അത്ര പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഇസ്ലാമിസ്റ്റിനെ കുറ്റം പറയുന്നില്ല, അവരുടെ ചിന്താഗതി ചെറുപ്പത്തിലേ മുതൽ അവർ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്, ഒരു പരസ്യമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഐഡിയ ക്യാൻ ഷേപ്പ് ദ വേൾഡ് എന്ന് പറയുകയാണ്. പല ഫിലോസഫേഴ്സ്, ഈ ഫ്രെഡറിക് നീഷെ പോലുള്ള ഫിലോസഫേഴ്സാണ് ഈ പലപ്പോഴും ഈ പറയുന്ന ഈ നാസിസത്തിനൊക്കെ കുടപിടിച്ചെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും അപ്പോൾ കുറേ ഫിലോസഫീസ്, കുറേ ചിന്തകൾ, കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള കുറേ ചിന്താധാരകൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ചിന്ത, കമ്മ്യൂണിസം പോലെയുള്ള ഈവിൾ തോട്ട്സ്, കംപ്ലീറ്റ്ലി ഈവിൾ അല്ലെങ്കിൽ പോലും ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യാണ് പലരുടെയും മനസ്സിലേക്ക്. അപ്പോൾ ഒരു ചിന്തിക്കുകയാണ്, മാറി ചിന്തിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനിറ്റി ഇത്രത്തോളം ഈ പറയുന്ന ലൈംഗികത എന്തുകൊണ്ട് നമ്മൾ ഇത്ര വിശുദ്ധമായി കാസൂക്ഷിക്കേണ്ട ആവശ്യം, എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡൈവോഴ്സ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് അബോർഷൻ നടത്തി എന്തുകൂടാ, എൻ്റെ ബോഡി എൻ്റെ ശരീരം, എനിക്ക് അവകാശമുണ്ട് എൻ്റെ ശരീരത്തിൽ, ഇതിൽ വരുന്ന കുഞ്ഞിനെയോ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ചിന്തകൾ മറന്നുമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന UK മാത്രമല്ല ലോകത്തിൻ്റെ ഭാവി അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് UK ഭാവി എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് അറ്റ് റിസ്ക്, ഹൈ റിസ്കിലാണ് ഇതുകൂടെ പോയിക്കൊണ്ടിരുന്ന മിക്കവാറും. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ തൊട്ട് മതം കുത്തിവെച്ച് അതൊരു തീവ്രവാദമാക്കി മാറ്റിയ ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഭരണം നടത്തുന്നത്. ഒരിക്കലും ഞാനവരെ കുറ്റം പറയില്ല, അവരവരുടെ ഐഡിയോളജി ഫുൾഫിൽ ചെയ്യാണ്. പക്ഷേ ആ ഐഡിയോളജിക്ക് സമാന്തരമായിട്ട് നമ്മുടെ ഐഡിയോളജി ഒത്തുപിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വളരെ വിരളമാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. പലപ്പോഴും ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം ഫുട്ബോൾ അവർ നേടിയെടുത്തത് പലപ്പോഴും പലർക്കും കൈക്കൂലി കൊടുത്ത്, മിഷേൽ പ്ലാറ്റിനിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം അവർ ആ രീതിയിലാണ് പലപ്പോഴും ഈ വേൾഡിൽ ഇസ്ലാമൈസേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇടപെട്ടതെന്ന് പറയുന്നത്. കാരണം അമേരിക്കയുടെ യൂണിവേഴ്സിറ്റികളിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഖത്തർ. അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊളിറ്റീഷ്യൻസിനെ, EUയിലെ പൊളിറ്റീഷ്യൻസിനെ, യൂറോപ്യൻ യൂണിയനിലെ പൊളിറ്റീഷ്യൻസിനെ ഇവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ആരോപണമുണ്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ മാർപ്പാപ്പ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഈ തീവ്രവാദത്തിന് വേണ്ടി ഈ എണ്ണപ്പണം ഉപയോഗിക്കുന്ന സാഹചര്യം, അതുപോലെ ഡ്രഗിൻ്റെ പണം ഉപയോഗിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ പോലെ. കാരണം പല രാജ്യങ്ങളുടെയും പൊളിറ്റീഷ്യൻസിനെ ഇവർ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ പലപ്പോഴും നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും, എന്തുകൊണ്ടാണ് യൂറോപ്പിലെ പല പാർലമെൻറ്റുകളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പാർലമെൻറ്റുകളിലും ഇതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതുപോലെ പണം കൊടുത്ത ആളുകളെ വാങ്ങുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം കൂടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ബ്രിട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. എത്ര കാലത്തോളം ബ്രിട്ടൻ ഈ രീതിയിൽ പോകാൻ കഴിയും? കാരണം കാര്യം 4 മുതൽ 6% വരെ മുസ്ലിംസ് പോപ്പുലേഷനെ അവിടെയുള്ളൂ, നല്ല ആളുകളുണ്ട്. പക്ഷേ ഒരു തീവ്രവാദത്തിൻ്റെ അജണ്ട, ഒരു ഇസ്ലാമൈസേഷൻ്റെ അജണ്ട, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട ഈ രാജ്യത്ത് പ്രാവർത്തികമാകുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അധികം താമസിക്കാതെ എനിക്ക് തോന്നുന്നു ഫാർ റൈറ്റ് പാർട്ടി കഴിഞ്ഞ ഉന്നത തെരഞ്ഞെടുപ്പിൽ ഫാർ റൈറ്റ് പാർട്ടിക്ക് 2% വോട്ടായിരുന്നു, അത് നേരെ 14%ലേക്ക് ജമ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വരുന്ന കാലഘട്ടങ്ങളിൽ എന്താണെങ്കിലും ഒരു ഫാർ റൈറ്റ് പാർട്ടിയുടെ ഒരു അതിപ്രസരം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതോടുകൂടി ഒരുപക്ഷെ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഒരുപക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് താഴാൻ, യൂറോപ്പിൻ്റെ സാഹചര്യം വെച്ച് താഴാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ പോക്ക് വെച്ച് എന്നുള്ളത് മാത്രമാണ് ശരിക്കും നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. റോബിൻ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 90-കൾക്ക് ശേഷം ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഈ ഒരു ലിബറൽ ഐഡിയാസ് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഈ ഒരു റാഡിക്കൽ സ്വഭാവമുള്ള സംഘടനകൾ ഇവരൊക്കെ ഈ ക്രിസ്ത്യൻ റൂട്ടഡായ രാജ്യങ്ങളിൽ പിടിമുറുക്കാനുള്ള കാരണം എന്താണ്? കാരണം വെച്ചാൽ അതിനു മുമ്പല്ലേ ഇവരുണ്ടായിരുന്നു ശരിക്കും. പക്ഷേ അതിനുള്ള കാരണം ശരിക്കും നമ്മൾ ഈ സംഘടനകളെയും ഇത്തരം പ്രസ്ഥാനങ്ങളെയും ഒക്കെ പറയുമ്പോഴും ശരിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ യൂറോപ്പിനെ മറന്നതാണ് കാരണം. ശത്രുവിന് ഒരു രാജ്യത്തിന് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടാകണം, കുറവുണ്ടാകണം, അല്ലെങ്കിൽ അവിടെ കോട്ടയും വിള്ളലുണ്ടാകണം. അപ്പോൾ ശരിക്ക് ഇവിടെ എന്താ പറയുക, ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി, ചാൾസ് ഡിക്കൻസിനെ ഞാൻ ജസ്റ്റ് എന്താ പറയുക പുള്ളി കോട്ടിയെ പറയുകയാണ്,
അപ്പം ഈ എന്താണ് യൂറോപ്പിൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അവർക്ക് തന്നെ ബോധ്യമില്ല. അത് സ്പെയിൻ എടുത്തോ, ഫ്രാൻസ് എടുത്തോ, ജർമ്മനി എടുത്തോ, ഇനി എന്നെ ബ്രിട്ടൻ എടുത്തോ, മറ്റ് ഇറ്റലി, ഏത് രാജ്യമായിക്കോട്ടെ, പ്രമുഖരായ രാജ്യങ്ങളായിക്കോട്ടെ, ഇവർക്കെല്ലാം സംഭവിച്ചതെന്നു വെച്ചാൽ തങ്ങളുടേതായിട്ടുള്ള ആ വാല്യൂസിൽ അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു കൾച്ചർ, ഇതെങ്ങനെ ഈ കൾച്ചർ ഫോം ചെയ്തു, ഈ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഡെവലപ്ഡായ നമ്മളെല്ലാവരും വളരെ ഒരു കാലത്ത് വളരെ ആദരവോടെ കണ്ട ഈ സംസ്കാരം ഇതെന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്ത്യൻ കൾച്ചറാണ് ശരിക്കും. അതിന് കുറേ മറ്റുള്ള അവർ വരുത്തിയ കുറേ മാറ്റങ്ങളുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരുടെ ആ സഹോദര ആ പരസ്പരമുള്ള സ്നേഹവും ഹൈ മൊറാലിറ്റിയും അതുപോലെ അവിടുന്ന് കടന്നു വന്ന വലിയ ഒരു പറ്റം വിശുദ്ധ ജനവും ഏത് സാഹചര്യത്തിലും പാവങ്ങളെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ആ ഒരു അവസ്ഥകളും ഇതൊക്കെയാണ് ശരിക്കുള്ള ആ ഒരു ക്രൈസ്റ്റ് കൾച്ചർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൾച്ചർ എന്ന് ശരിക്കും പറയുന്നത്. അപ്പോൾ ഇതിൽ അവർ ഡൈല്യൂഷൻ വരുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു മതിലിന് വിള്ളലായി. പിന്നെ ആർക്ക് ലെഫ്റ്റിന് കയറാം, ലിബറൽസിന് കയറാം, കമ്മ്യൂണിസ്റ്റിന് കയറാം, റാഡിക്കൽ ഇസ്ലാമിസ്റ്റിന് കയറാം, ആർക്ക് വേണം കയറാം. അപ്പോൾ അവർ ഇപ്പം അങ്ങനെ തങ്ങളുടെ എന്നാ പറയുക ആ മതിൽ അവർ തുറന്നു അല്ലെങ്കിൽ അവർ വിള്ളലാക്കി അവർ കൊടുത്തു. അവരുടെ കോട്ടയ്ക്കുള്ളിലേക്ക് ഇവരെ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റുള്ള സംഘടനകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ പ്രവർത്തനങ്ങളോട് നമ്മൾ ജാഗ്രത കാണിക്കുന്നു. ഒപ്പം തന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോട്ടകൾ പുതുക്കി പണിയുന്നതാണ്. ആ കോട്ടകൾ അത് നമ്മുടെ മൊറാലിറ്റിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിൻ്റെ ആയിക്കോട്ടെ, ഫാമിലി ലൈഫിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ ഫെയ്ത്തിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ റിലീജിയൻ ഏതിൻ്റെ ആയിക്കോട്ടെ, ആ കോട്ടകൾ യൂറോപ്പുകാർ അത് തിരിച്ചറിഞ്ഞ് അവർ പുതുക്കി പണി. ഇനി യൂറോപ്പ് മാത്രമല്ല, നമ്മളിങ്ങോട്ട് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ഒരു വിശ്വാസ സമൂഹമുണ്ട്, ഇവിടെ സഭയുണ്ട്. അപ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥകളുണ്ട്. ശരിക്കും യൂറോപ്പിന് അത്രയും വേസ്റ്റ് ആയില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെയും വളരെ വളരെ മോശകരമായ അവസ്ഥകളുണ്ട്. ഇന്നിപ്പോൾ ശരിക്കും ഇപ്പോൾ യൂത്തിൻ്റെയൊക്കെ ലൈഫ് എന്താ ശരിക്കും പോകുന്നത്? ലിവിങ് ടുഗദർ അത് അത്ര തെറ്റായ കാര്യമല്ല. അല്ലെങ്കിൽ മാരേജ് വേണം, അല്ലെങ്കിൽ ഡ്രിങ്ക്സിനോടൊന്നും യാതൊരു എന്താ പറയുക, അതിലൊന്നും അത് നമ്മുടെ ഫെയ്ത്തുമായിട്ട് ഒരു പ്രശ്നവുമില്ല, അതെല്ലാം കോംപ്രമൈസായി പോവുക. ഇങ്ങനെ നമ്മൾ ഒരു കാലത്ത് പഴയ ക്രിസ്ത്യൻ ഫാമിലീസ്, കേരളത്തിലെ ക്രിസ്ത്യൻ ഫാമിലീസ് വില കൊടുത്ത വാല്യൂസിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെ പോകുന്ന ഒരു ജനറേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി കണ്ണടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പാഠങ്ങളാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവരൊക്കെ മറ്റുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ പോവുക, അല്ലെങ്കിൽ ഏതീസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ പോവുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എവിടെ വേണമെങ്കിലും പോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ലെസ്സർ ഈവിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗർ ഈവിൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ രീതിയിലുള്ള പ്രിഫറൻസിലേക്ക് ഈ യൂത്തും ഫാമിലികളും ഒക്കെ പോകാൻ സാധ്യതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ശ്രദ്ധ വേണം. തങ്ങളുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, തങ്ങളുടെ ഫെയ്ത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ശരിക്കും, തങ്ങളുടെ റിലീജിയൻ്റെ ഐഡൻറ്റിറ്റി അത്. അപ്പോൾ അത് അംഗീകരിച്ച് അത് മനസ്സിലാക്കി തിരിച്ചു വന്നാൽ ഇനിയും ഉറപ്പായിട്ടും അവസരമുണ്ട്. പക്ഷേ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒരു കാലത്ത് ലോകത്തെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്ന ബ്രിട്ടൻ ഇന്ന് തീവ്രവാദി ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നടന്ന ഈ തീവ്രവാദി ആ ഗൂഢാലോചന ബ്രിട്ടന് പൊളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ വരും കാലഘട്ടങ്ങളിൽ ഇതുതന്നെയാണ് ബ്രിട്ടനെ കാത്തിരിക്കുന്നത്. കാരണം ഇസ്ലാമിസ്റ്റുകൾക്ക് ആവശ്യം പലസ്തീനോട് അനുകൂലമായി നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ്. അതുപോലെ തന്നെ ജൂത വിരോധം കത്തി നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ്. അതിൽ നിന്ന് എപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ള, ജർമ്മനി അടക്കമുള്ള യൂറോപ്പിലെ ഏത് രാജ്യങ്ങൾ ജൂയിഷ് അനുഭാവം കാണിക്കുന്നുവോ അവരെയെല്ലാം തിരഞ്ഞിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പദ്ധതികൾ തന്നെയാണ് യൂറോപ്പിലെ ഇസ്ലാമിസ്റ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസ്റ്റുകളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന, സ്വന്തം ജനങ്ങളെക്കാൾ അധികം ഇസ്ലാമിസ്റ്റുകളെ പരിഗണിക്കുന്ന, ശരീഅത്ത് നിയമം ഉണ്ടാക്കുവാൻ വേണ്ടി ബ്രിട്ടൻ്റെ തെരുവുകളിൽ ഇറങ്ങുന്ന ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ഉള്ള രാജ്യമായ ബ്രിട്ടൻ വരും കാലഘട്ടങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് എന്നുള്ളത് മൾട്ടി കൾച്ചറലിസത്തിൻ്റെയും സെക്കുലറിസത്തിൻ്റെയും പുറകെ പോകുന്ന രാജ്യങ്ങൾക്ക് സ്വന്തം ഐഡൻറ്റിറ്റിയും സ്വന്തം സംസ്കാരവും ട്രഡീഷനും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞ് ഉണ്ടായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ട്രഡീഷനുകളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ നമ്മൾ കൃത്യമായി ഉറച്ചു നിൽക്കുകയും ക്രിസ്തുവിനെയും ക്രിസ്തുവിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റാതെ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഭീഷണികളെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതാണ് ഇന്നത്തെ നിലപാട്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. നന്ദി.